ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജിയെക്കുറിച്ച് പറയാം. നിങ്ങളുടെ എനർജി എത്രത്തോളം വിസിബിളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളാണ് ഈ ഒരു പേഴ്സണോട് ഇപ്പോൾ മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആക്ച്വലി നിങ്ങൾ ഈ ഒരു പേഴ്സണെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം മാത്രമല്ല, നമുക്ക് ആ ഒരു പൊസസീവ് എനർജിയും കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തോടൊപ്പം ആ ഒരു പൊസസീവ്നെസ്, അതായത് ഈ ഒരു പേഴ്സണെ മറ്റാർക്കും നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടേത് മാത്രമായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത്രമേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു പൊസസീവ് നേച്ചറും കാണാം. പക്ഷേ ഈ ഒരു പേഴ്സണോട് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവരോട് തന്നെ അത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത്രമേൽ ഈ ഒരു പേഴ്സണോട് സ്നേഹിച്ചിട്ടും അത് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ തുറന്ന് പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വേണ്ടുന്ന പരിഗണന കൊടുക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിക്കോളാം എന്നുള്ള ഒരു എനർജിയാണ് മൊത്തത്തിൽ ഈ ഒരു പേഴ്സണെ ധരിപ്പിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പേഴ്സൺ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു തരത്തിലായിരിക്കാം പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എല്ലാ പോരായ്മകളും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. ഇവർക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് 100% ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആവണം എന്നില്ല. ഒരുപാട് പോരായ്മകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്കത് വിഷയമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് പകരം വേറെ ആരെങ്കിലും പ്രതിഷ്ഠിക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ഇത്രയും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ നുണ പറയുന്ന സ്വഭാവം ഉണ്ടാവാം. എന്തുണ്ടെങ്കിലും എനിക്ക് എന്തുകൊണ്ട് ഇതിന് പകരം വേറെ ആരെയും ചൂസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ഉണ്ടായേക്കാം. കാരണം അത്രമേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ സ്റ്റക്കാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയോട് പല രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ചെയ്ത് മടുത്തിട്ടായിരിക്കാം ഇപ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പഴയതുപോലെയല്ല കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കുകയാണെന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് പൊസസീവ് എനർജിയും അൺകണ്ടീഷണൽ ലവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവരെവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ ഫസ്റ്റ് ഓടി വരുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കാം. മേ ബി ഇതിന് മുൻപും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ഘട്ടം വരുന്ന ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സമയത്ത് അവരുടെ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ ഒരു എനർജി മസ്റ്റാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനു മുൻപും റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളെ തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ടവർ സിറ്റുവേഷൻ പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടാവാം. വീണ്ടും നിങ്ങൾ കോംപ്രമൈസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കാം. അതായത് ഇതൊരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഒരു എനർജി അല്ല നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു വ്യക്തിയുടെ ഓരോ ക്യാരക്ടറും അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം നിങ്ങൾക്കറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ മതി എന്നുള്ളൊരു എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ എന്തെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ലൈഫിൽ മറ്റാരും തരാത്തൊരു പരിഗണന ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പലപ്പോഴും തന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരെ ഉപേക്ഷിക്കാനായിട്ട് കഴിയാത്തത്. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മാത്രമായിരിക്കില്ല, പൊതുവേ നിങ്ങൾ എല്ലാവരോടും ഈ ഒരു രീതിയിലായിരിക്കും ഇടപെടുന്നത്. അതായത് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം പുറത്ത് കാണിക്കാതെ വളരെ ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിൽ പല കാര്യങ്ങളും മറ്റുള്ളവരെ ധരിപ്പിക്കാതെ ഉള്ളിലൊതുക്കിയായിരിക്കാം നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഏത് ഏജ് കാറ്റഗറിയിലുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഇമ്മച്ചുവർ ആയിരിക്കാം. അതായത് പല തീരുമാനങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള പല പ്രവർത്തികളും വളരെ അപക്വമായിട്ടുള്ള രീതിയിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ മെച്ചുവറായിട്ട് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതും പലപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു മദർലി ഫിഗർ പോലെയാണ് ആക്ച്വലി നിങ്ങളെ കാണുന്നത്. ആ മദർലി ഫിഗർ എന്ന് പറഞ്ഞതുകൊണ്ട് ജെൻഡർ വൈസ് അല്ല, ആ ഒരു എനർജി. അതായത് നമ്മളിപ്പോൾ അമ്മമാരോട് എന്തെങ്കിലും വഴക്കിടുകയോ അല്ലെങ്കിൽ അകന്ന് പോവുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും അമ്മ എന്ന് പറയുന്ന വ്യക്തി അവിടെ തന്നെ കാണും. നമ്മൾ ഉപേക്ഷിച്ച് പോയാലും അമ്മ ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള ആ ഒരു എനർജി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ അവരുടെ ക്യാരക്ടറിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും പുറമേ കാണിക്കുന്നത് ചിലപ്പോൾ വളരെ ബുദ്ധിമാനോ അല്ലെങ്കിൽ ബുദ്ധിമതിയായിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നൊക്കെയുള്ള ഒരു ഇമേജിലായിരിക്കാം അവർ നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നുള്ളൊരു രീതി ഇവർക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പലപ്പോഴും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും അവരുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുളിഷ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു പേഴ്സൺ അത് ഒരിക്കലും സമ്മതിച്ചു തരില്ല. അവരുടെ കൺമുൻപിൽ അവരായിരിക്കും ഏറ്റവും ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അത്രത്തോളം എനിക്ക് ആളുകളെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ സ്വയം വിചാരിച്ച് നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്താലൊന്നും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴിയിൽ ചെന്ന് ചാടി കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു അഡ്വൈസ് ചോദിച്ചോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സൺ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പകരമായിട്ട് ഈ ഒരു പേഴ്സൺ ഏത് സിറ്റുവേഷനിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരും അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് പോലെ അവരുടെ ലൈഫിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലുള്ള സൊല്യൂഷൻ ഇരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഈ പേഴ്സൺ മാത്രമേ ചിലപ്പോൾ സംസാരിച്ച് ജയിക്കുകയുള്ളൂ. നിങ്ങളെക്കൊണ്ട് അതിന് ചിലപ്പോൾ കഴിയാതെ വരും. കാരണം പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്ന ഒരു പേഴ്സണാണ് എന്ന് വിചാരിച്ചിട്ട് ഇവർ മാനസികമായിട്ട് വളരെ ഒരു ദുഷ്ടനോ അല്ലെങ്കിൽ ദുഷ്ടത്തരമുള്ള ഒരു സ്ത്രീയോ ആണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അവരുടെ ഒരു അഡമൻ നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ചെയ്ത തെറ്റുകൾ സമ്മതിച്ചു തരാനുള്ള ബുദ്ധിമുട്ട്, മണ്ടത്തരം പറ്റിക്കഴിഞ്ഞാലും അത് സമ്മതിക്കില്ല, എപ്പോഴും ഞാൻ ശരിയാണ്, എൻ്റെ മാർഗമാണ് ശരി എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ മേ ബി കുറേ നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആയിരിക്കില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഫോക്കസും കാര്യങ്ങളും മറ്റേതെങ്കിലും കാര്യത്തിലായിരിക്കാം. ഒരു പക്ഷേ അത് മറ്റൊരു റിലേഷൻഷിപ്പിനകത്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയെന്ന് വിചാരിച്ച് അതിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് മുഴുവൻ ശ്രദ്ധയും കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്കല്ല ഈ ഒരു പേഴ്സൺ തന്നിട്ടുള്ളത്, വേറെ എന്തിൻ്റെയൊക്കെയോ പുറകെ ഈ ഒരു പേഴ്സൺ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് കാര്യത്തിനാണോ ഈ ഒരു പേഴ്സൺ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ പ്രയോറിറ്റി ലിസ്റ്റിൽ മുമ്പിലുണ്ടായിരുന്ന ഒരു സംഭവം എന്താണോ ആ ഒരു കാര്യത്തിൽ ഇവർ പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ട്രാപ്ഡ് സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ചിലപ്പോൾ പോയിട്ട് തലവെച്ച് കൊടുത്ത കാര്യമായിരിക്കാം, അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു അതിബുദ്ധിയായിട്ട് ഈ ഒരു പേഴ്സണ് തോന്നിയിട്ട് ചെയ്ത കാര്യമോ അങ്ങനെ എന്തോ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിന്ന് ഇപ്പോൾ ഊരി പോരാൻ കഴിയാത്ത തരത്തിൽ അതിനകത്ത് തന്നെ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കാം. ഇനിയിപ്പോൾ ലെസ് കോണ്ടാക്ട് കിട്ടിയിരുന്ന ഒരു വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ലാസ്റ്റ് കോണ്ടാക്റ്റ് എല്ലാം കിട്ടിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പതിവ് പോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ ചെന്ന് പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രാപ്പിലാണോ പെട്ടിരിക്കുന്നത്, അപ്പോഴെല്ലാം അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, കൂടുതലും ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു ആവശ്യങ്ങളും കാര്യങ്ങളും വരുമ്പോഴായിരിക്കും നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് പുറകെ വരുന്നത്, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും അവരുടെ ഫോക്കസ് മുഴുവൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ വളരെ നോർമലായിട്ട് പോകുന്ന സമയങ്ങളിലോ കാര്യങ്ങളിലോ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കണമെന്നില്ല. ഇവരുടെ ഒരു നേച്ചർ അനുസരിച്ച് പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സംഭവങ്ങളിൽ ഫോക്കസ് കൊടുത്ത് ഈ ഒരു പേഴ്സൺ പോയി എന്ന് വരാം. പക്ഷെ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ആഗണി വരുമ്പോഴാണ് ഇവർ ഓടിപ്പിടിച്ച് നിങ്ങളെ തേടി വരുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ ഒരു പാമ്പറിങ് കൊടുക്കുമ്പോഴോ കെയർ കൊടുക്കുമ്പോഴോ എല്ലാം ആ ഒരു പേഴ്സൺ ചിലപ്പോൾ കൂടുതലും അകന്നു പോകുന്നൊരു ഫീലായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ കൂടുതൽ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ തോന്നുകയാണ് എന്നെ ഇപ്പോൾ ഒരു കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയെല്ലാം നിങ്ങൾ കാണിക്കുന്ന ഒരു സമയത്ത് മുഴുവൻ ഇവർ ചിലപ്പോൾ വലിയ ജാടയിട്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ വലിയ ഒരു കെയർ തരാത്തതുപോലെ പരിഗണിക്കാതെ ഈ ഒരു പേഴ്സൺ നടക്കുന്നുണ്ടാവാം. പക്ഷെ എപ്പോഴാണ് നിങ്ങളുടെ ഒരു ഫോക്കസ് മാറുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ ഒരു ശ്രദ്ധ മാറുന്നത്, അത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്.
അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. നിങ്ങളും ഇപ്പോൾ ഒരു മൈൻഡ് ഗെയിം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഫീലിങ്സും ആ ഒരു ഇമോഷൻസ് എല്ലാം നിങ്ങൾ മറച്ചു വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ നൈസായിട്ട് ജീവിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ കാണിച്ചിരുന്ന ഒരു മൈൻഡ് ഗെയിം കണ്ട് നിങ്ങൾ മടുത്തതുകൊണ്ടായിരിക്കും നിങ്ങളും ഇപ്പോൾ ആ ഒരു വഴി സ്വീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷനോ അങ്ങനെയുള്ള എനർജീസ് ഉള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം, ഈ ഒരു പേഴ്സൺ വളരെ സ്റ്റേബിൾ അല്ലല്ലോ, പലപ്പോഴും റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് പോലെ ആയി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോകുന്നില്ല. എപ്പോഴെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന പോലെ പുട്ടിന് പീര കിട്ടുന്നത് പോലെ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും, പക്ഷെ പിന്നെയും ഒരു താഴേലേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു പേഴ്സണെ വിട്ട് കളയാൻ പറ്റാത്തതും, നിങ്ങൾ തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ നിങ്ങളുടെ എനർജി വരുന്നതും ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ ആ ഒരു മദർലി ഫിഗർ പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എത്ര വഴക്കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണിന് ആവശ്യം വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് അവർക്ക് വേണ്ടുന്ന ഹെൽപ്പോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അത്രയും വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഓടി വന്ന് ഒരു സഹായം നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ബ്രേക്കപ്പിനോ അല്ലെങ്കിൽ സെപ്പറേഷനോ കാര്യമെങ്കിൽ പോലും ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിക്കും നല്ലൊരു രീതിയിലുള്ള പങ്കുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ട് കൊണ്ടോ അല്ലെങ്കിൽ എനർജിയൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് ആരാണോ അത് അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വേരുറപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അതിനകത്ത് വെള്ളവും വളവും കൊടുത്തത് കൊണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയെ അമിതമായിട്ട് വിശ്വസിച്ചത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ കൺസിഡർ ചെയ്തുകൊണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ എന്തിൻ്റെയോ പുറകെ പോയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ഫോക്കസ് എന്തിലേക്കോ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്ത് കാര്യത്തിനാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരെ അമിതമായിട്ട് വിശ്വസിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോഴുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു തരത്തിലായത്. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവരൊരു ട്രാപ്ഡ് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ആ പോയ സ്ഥലം എന്താണോ, എന്തിലേക്കാണോ കൂടുതൽ ഫോക്കസ് ചെയ്തത് ആ ഒരു സ്ഥലത്ത് ട്രാപ്പായിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയോ സിറ്റുവേഷനോ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ എടുത്തുചാട്ടം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റം കൊണ്ടോ ആണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത്രയും വഷളാവാനായിട്ടുള്ള ഒരു കാരണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു പേഴ്സൻ്റെ അങ്ങനെയുള്ള ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ഒരുപാട് അഡ്വൈസോ കാര്യങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള സൂചനകളോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം, ഇവരതൊന്നും വകവെച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. എത്രത്തോളം ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും തീരുമാനങ്ങളെല്ലാം അവരുടേത് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരു കോൺടാക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർ മറ്റെന്തോ കാര്യത്തിൻ്റെ പുറകെ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങിയത്. നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകുമ്പോഴെല്ലാം അവർ വേറെ എന്തിൻ്റെയോ പുറകെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ചേസിങ് പ്രത്യക്ഷത്തിൽ അവസാനിപ്പിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഇവരൊന്ന് തിരിഞ്ഞു നോക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ട് കളയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇതിന് മുൻപും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കോംപ്രമൈസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചും കൂടി ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഈ ഒരു പേഴ്സൺ അത്രയും അല്ല എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സും അത്രയും വിരുദ്ധമായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഒരാൾ നോർത്ത് എന്ന് പറയുമ്പോൾ ഒരാൾ സൗത്ത് ആയിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ടു പേർക്കും. അതായത് ചില വ്യക്തികൾക്ക് സ്നേഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എന്തായിക്കോട്ടെ അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ സ്നേഹമാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹമുണ്ട് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാമ്പറിങ് എല്ലാം കിട്ടാനായിട്ട് കൊതിക്കുന്ന വ്യക്തികളുണ്ട്.
സ്നേഹം എക്സ്പ്രസ് ചെയ്യാനാണ് ഉള്ളതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലവർ അങ്ങനെയല്ല, ഉള്ളിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പുറമേ ഒരു മുരടത്തരം കാണിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ഒരു സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോവുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് അത്രയും അനുഭവിക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സ് തുറന്ന് അവർക്കത് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്ത് കാണാനായിട്ട് കൊതിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് വന്ന് അത്രയും സ്നേഹത്തോടു കൂടി നിങ്ങളോടൊരു വാക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ അതുവരെയുള്ള എല്ലാ മനോവേദനകളും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ആ ഒരു ഹാർട്ട് പെയിൻ ഉൾപ്പെടെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ ചോർന്നു പോയി എന്ന് വരാം. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു വാക്കിനും, അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹത്തിനും കരുതലിനും വില കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടുന്നുമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു പൊസസീവ്നെസ് പോലും നിങ്ങൾക്ക് ഇവരോടുള്ള ആ ഒരു സ്നേഹക്കൂടൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും പാമ്പർ ചെയ്ത് ഈ ഒരു പേഴ്സണെ കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് ഒരുപാട് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടും ഈ ഒരു പേഴ്സൺ ഒരിക്കലും ഇത് വിട്ടു പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവർ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർ പെട്ടിരിക്കുന്ന ആ ഒരു ട്രാപ്പ്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമഘട്ടമാണ്. അവർക്ക് വിഷമഘട്ടം വരുമ്പോഴാണ് സത്യം പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരുടെ സന്തോഷത്തിൽ ചിലപ്പോൾ ഇവരുടെ ഒപ്പം നിൽക്കാൻ പലരും ഉണ്ടായെന്ന് വരാം. ഇവർക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. ഓൾറെഡി ആക്ഷൻ എടുത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലവർക്ക് ഇതിനോടകം തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്നൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം, ഈ പറഞ്ഞ എനർജിയിലുള്ളവർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു കോൺടാക്റ്റ് കിട്ടും എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയും വേഗം ഈ ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു കോളോ മെസ്സേജസോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവർക്കൊരു മെഡിസിൻ പോലെയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൂടിയേ മതിയാവൂ എന്നുള്ള ഒരു ചിന്താഗതി ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ എത്രത്തോളം സെപ്പറേഷനോ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു ടെൻഷൻ വരുമ്പോൾ ഇവർ നിങ്ങളിലേക്ക് ഓടി വരും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്കും ഇതിനോടകം തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവാം. ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ ഇനി മടുത്തു, ഞാൻ ഇനി ഇതിനകത്ത് നിൽക്കുന്നില്ല, ഞാൻ പുറത്തേക്ക് പോവാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ അപ്പം തന്നെ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു മെസ്സേജോ കോളോ വന്നിട്ട് വീണ്ടും നിങ്ങൾ അതിനകത്ത് തന്നെ കൊണ്ട് തളച്ചിടും. അതുപോലെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എത്രയും വേഗം ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു കോൺടാക്റ്റ്, അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത, നിങ്ങളെ പ്ലീസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് പോകുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആക്കി വിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കൺട്രോളിൽ നിങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ മറ്റാർക്കും ഈ ഒരു പേഴ്സൺ വിട്ടുകൊടുക്കില്ല. ചിലപ്പോൾ ഇവരായിട്ട് പല രീതിയിലുള്ള ഒരു കുട്ടിക്കളിയും കാര്യങ്ങളെല്ലാം നിങ്ങളോട് കാണിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളത് വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ അത്ര മൈൻഡ് ചെയ്യുന്നുണ്ടാവണമെന്നില്ല. കാരണം ഈ ഒരു പേഴ്സൻ്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഇവരുടെ എന്തൊക്കെ കുറവുകളും പോരായ്മകളും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പോ പേഴ്സണെയോ വിട്ട് നിങ്ങൾക്ക് എവിടെയും പോകാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ കോൺടാക്റ്റ് കിട്ടുന്ന, എത്രയും വേഗം കോൺടാക്റ്റ് കിട്ടുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടിയെന്ന് വരാം. അപ്പോൾ ഇനി നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു ഏഞ്ചൽസ് മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് കൺവേ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഇൻറ്റ്യൂഷൻ തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വാല്യൂ കൽപ്പിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം എന്നെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് റൊമാൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഇതിൻ്റെ ഒരു സൂചനയാണ്. ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു സ്നേഹവും പരിഗണനയും അല്ലെങ്കിൽ ആ ഒരു കെയറിങ് എല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സമയം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നോ നീഡ് ടു വറി.
നിങ്ങളിപ്പോൾ വളരെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ്, ആ ഒരു സമൃദ്ധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമൃദ്ധി ആയിരിക്കാം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അല്ല ഇനി മറ്റു ചില വ്യക്തികളിൽ ഫിനാൻഷ്യലി ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ആ ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, അതൊരു ടൈം പീരീഡ് പോലെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നാണ് നമുക്കിവിടെ ഗൈഡൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജീസ്, നിങ്ങളുടെ എനർജീസ്, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എനർജി ആണിതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പൊസസീവ് ആകാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബ്രീത്തിങ് സ്പേസ് നമ്മളുടെ പാർട്ട്ണറിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മളൊരിക്കലും അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അത് നമ്മളിലേക്ക് തന്നെ തേടി എത്തിക്കോളും. നമ്മളിങ്ങനെ ഒരു പാർട്ട്ണർ എവിടെയെങ്കിലും ഉണ്ട് എന്നറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഇവരെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ജീവിച്ചിരുന്നത്. അവരായിട്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ വീണ്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നമ്മളോടൊപ്പം ഉണ്ടാവണം എന്ന നിയോഗമുണ്ടെങ്കിൽ അവർ നമ്മളിലേക്ക് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈകാലിട്ടടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും വളരെ സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എക്സ്പ്രസീവ് ലവ് എനർജിയൊക്കെ ആയിരിക്കും. ആ ഒരു തരത്തിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേബിൾ എനർജിയിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല, കാരണം ഇവിടെ പേഴ്സൻ്റെ മാത്രം എനർജി അല്ല, നിങ്ങളുടെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.